ദേശീയപാതയിൽ ആലപ്പുഴ അരൂർ മുതൽ തുറവൂർ വരെയുള്ള ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നാട്ടുകാരുടെ കത്ത്. എഴുപുന്ന റെസിഡൻസ് വെൽഫെയർ സൊസൈറ്റിയാണ് കത്ത് അയച്ചിരിക്കുന്നത്. അരൂർ ക്ഷേത്രത്തിന് സമീപം തടി ലോറി മറിഞ്ഞതിനെ തുടർന്നുണ്ടായ ഗതാഗതക്കുരുക്കും തുടരുകയാണ്. എബി ജോൺ തോമസ് ഉണ്ട്. എബി, ഈ വാർത്തയുടെ വിവരങ്ങൾ എങ്ങനെയാണ്? തുളസി, ഇവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായി അതൊരു പതിവ് സംഭവമായി തന്നെ ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ന് പുലർച്ചയോട് കൂടിയാണ് തടിലോറി അവിടെ അപകടത്തിൽപ്പെടുന്ന ഒരു നിലയുണ്ടായി. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ റോഡ് ഈ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണത്തിലെ അപാകത തന്നെയാണ്. ആ നിർമ്മാണം നടക്കുന്ന ഘട്ടത്തിൽ റോഡിലേക്ക് ചെളിയും വെള്ളവും എല്ലാം ഒഴുക്കുന്നു. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള കുഴികൾ ഈ പ്രദേശങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ യാത്രക്കാരെ, ഇരുചക്ര വാഹന യാത്രക്കാരെ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇത് അവിടെ ഇങ്ങനെ ഗതാഗതം ഒട്ടും തന്നെ സാധ്യമാകാത്ത രീതിയിലാണ് എന്നുള്ള കാര്യം എല്ലാ ദിവസങ്ങളിലും പതിവ് ഒരു സംഭവമായി തന്നെ മാറുന്ന ഒരു നില കൂടിയുണ്ട്. ഇന്ന് പുലർച്ചെ ഇങ്ങനെ ഒരു അപകടമുണ്ടായി. ഏതാണ്ട് ഒരു 2 മണിക്കൂർ മുമ്പ് വീണ്ടും ഇതുപോലെ തന്നെ ഒരു ലോറി, അത് തടിലോറിയല്ല, മറ്റൊരു ലോറി അപകടത്തിൽപ്പെടുന്ന ഒരു നില കൂടി അവിടെ ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം ഒരു പതിവ് സംഭവമായി ഒരു തരത്തിലുള്ള നടപടികളും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്തൊരു സ്ഥിതി വന്നതോടുകൂടിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ച് വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നുള്ള ആവശ്യം ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് ഈ പ്രദേശവാസികളുടെ ഒരു തീരുമാനം. അവർ അടുത്ത ദിവസം തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇനി ഈ നിർമ്മാണം വീണ്ടും പുനരാരംഭിക്കണമെങ്കിൽ ഈ സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡ് വേണം. അത് നടപ്പിലാക്കിയതിനു ശേഷം മാത്രമേ ഈ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കാൻ സമ്മതിക്കൂ എന്നുള്ളതാണ് ആളുകളുടെ ഒരു അഭിപ്രായം. ആ നിലയ്ക്കുള്ള പ്രതിഷേധം അവരുടെ ഭാഗത്തുനിന്നും ഉയർന്നു വരുന്നുമുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം തുടർ സംഭവമായി തന്നെ മാറുന്നു. അരൂരിൽ ഈ പ്രദേശങ്ങളിലുള്ള ഇടറോഡുകൾ പോലും വലിയ രീതിയിൽ വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരവസ്ഥയായിരുന്നു. ഒരു തരത്തിലും വാഹനങ്ങൾക്ക് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലയിൽ 2-3 മണിക്കൂറുകൾ ഒരേ കിടപ്പ് തന്നെ കിടക്കേണ്ട സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ ചൂണ്ടിക്കാണിക്കാനുള്ളത് സ്കൂൾ കുട്ടികളാണ്. സ്കൂളിലേക്ക് രാവിലെ 6 മണിക്കോ അല്ലെങ്കിൽ 7 മണിക്കോ ഒക്കെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്. അവർ ആ വാഹനത്തിൽ ഇരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, മണിക്കൂറുകളായി ഇരിക്കേണ്ടി വരുന്ന അവസ്ഥ. ഒപ്പം തന്നെ പരീക്ഷാ കാലം കൂടിയാണ്. പരീക്ഷയ്ക്ക് പോലും കൃത്യസമയത്ത് എത്താൻ കഴിയാത്ത നില കൂടി ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ട്. അത് LKG UKG പഠിക്കുന്ന കുട്ടികൾ പോലും ഇത്തരത്തിൽ ദുരിതത്തിൽ പെടുന്നു എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം. അതിന്റെ ഗൗരവം അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രദേശവാസി. അരൂർ മുതൽ തുറവൂർ വരെയുള്ള ഗതാഗത കുരുക്കുകൊണ്ട് കാൽനട യാത്രക്കാരും വാഹനയാത്രക്കാരും സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവരും വലഞ്ഞൊരു സാഹചര്യമാണുള്ളത്. ഇത് പരിഹരിക്കണം എന്ന്, ശാശ്വത പരിഹാരം വേണം എന്നാവശ്യപ്പെട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുപുന്ന റെസിഡൻസ് വെൽഫെയർ സൊസൈറ്റി കത്ത് അയച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന് സമീപം തടിലോറി മറിഞ്ഞതിനെ തുടർന്നുണ്ടായ ഗതാഗത കുരുക്കും തുടരുകയാണ്. വാഹനങ്ങൾ അപകടത്തിലാകുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുകയാണ്. വിവരങ്ങളാണ് എബി തോമസ് നൽകിയത്. തിരുവനന്തപുരം അഗസ്ത്യവനം നെയ്യാർ വനമേഖലയിൽ എക്സൈസിന്റെ സ്പെഷ്യൽ ഡ്രൈവ് പരിശോധന നടത്തിയത് എക്സൈസ് സ്പെഷ്യൽ